പള്ളിപ്പുറം ആലപ്പാട് കോൾ ഫാമിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ വാഴക്കോൽ പടവിൽ കൃഷി ചെയ്ത തണ്ണിമത്തന്റെ വിളവെടുപ്പ് നടന്നു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പള്ളിപ്പുറം ആലപ്പാട് കോൾ ഫാമിംഗ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഈ വാഴക്കോൾ പടവിൽ നല്ല മനോഹരമായിട്ടുള്ള തണ്ണിമത്തന്റെ കൃഷി നടത്തി സാമാന്യം നല്ല വിജയമുണ്ടായിട്ടുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിഷുവിന്റെ തലേദിവസം തന്നെ ഇതിന്റെ വിളവെടുപ്പ് നടത്തിയത് ഒരു ശുഭസൂചകമാണ്. കാരണം നമ്മുടെ നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും യഥാർത്ഥത്തിൽ കൃഷിയുമായി ബന്ധപ്പെടുന്നു. സമൃദ്ധമായിട്ടുള്ള കാർഷിക വിളവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടയാളപ്പെടുത്തലാണ് നമ്മുടെ നാട്ടിലെ കൃഷിയുമായി ബന്ധപ്പെട്ട ഉത്സവങ്ങളുടെ എല്ലാം അടിസ്ഥാന കാര്യം. അപ്പം അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് ഈ തണ്ണിമത്തൻ കൃഷിയിലൂടെ നമുക്ക് ആയത്. കൃഷി ഓഫീസർമാർക്കൊക്കെ അറിയാം, ഗവൺമെൻറ് കൃഷിയുമായി ബന്ധപ്പെട്ട നമ്മുടെ പോളിസി മാറ്റി. നേരത്തെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നത് വിളയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. അതായത് ഒരിടത്തൊരു വിള ചെയ്താൽ ആ വിളയെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പൊതുപരിപാടി സംഘടിപ്പിക്കും. എന്നാൽ ഇപ്പോൾ വിളയിടാധിഷ്ഠിതമായ ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് നമ്മൾ കടന്നു. ഒരേ പ്രദേശത്തു തന്നെ ഒന്നിലേറെ വിളകൾ പല ഘട്ടങ്ങളിലായി കൃഷി ചെയ്യുന്നതിലൂടെ മാത്രമേ കൃഷിക്കാരൻ രക്ഷിക്കാൻ പറ്റൂ. അപ്പം അതുകൂടി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സമ്മിശ്രമായിട്ടുള്ളൊരു കൃഷിയിലേക്ക് നമ്മുടെ ഭൂമിയെ കൊണ്ടുപോകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇതിന് ഏറ്റവും മാതൃകാപരമായി നേതൃത്വം നൽകിയ എല്ലാവരെയും കേവലം കേരളത്തിലെ കൃഷി വകുപ്പ് മന്ത്രി എന്ന നിലയിൽ മാത്രമല്ല, പൊന്നാനി തൃശ്ശൂർ പോൾ വികസന അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ട് പ്രവർത്തിക്കുന്നവരാണെന്ന നിലയിൽ ഹൃദയത്തിൽ തൊട്ട് എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് സർക്കാരിൻ്റെ എല്ലാവിധത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിക്കുന്നു. നാട്ടിൽ ഇങ്ങനെ ശ്രദ്ധേയമായൊരു നടപടി ഉണ്ടായതിൻ്റെ പേരിലുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നാട്ടിക MLA CC മുകുന്ദൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഏത് നിലവാരത്തിലാണ് നമ്മൾ കൃഷി ചെയ്താൽ മെച്ചപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കാൻ കഴിയുക എന്നുള്ള വലിയ ചർച്ചകൾ കൃഷി മേഖലയിലും അതുപോലെ ഡിപ്പാർട്ട്മെന്റിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു സമയം കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത്. അപ്പം അത് ഘട്ടം ഘട്ടമായി ഏത് രീതിയിലേക്ക് നമ്മുടെ കൃഷിക്കാരൻ്റെ ജീവിതം മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതൊക്കെ വളരെ മാറ്റങ്ങൾ നമുക്കുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം മാനസികമായ വേദനകളൊന്നുമില്ല. ചെറിയ ചെറിയ പരാതികൾ പറയുന്നു, അത് പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, മഴ പെയ്താൽ പിന്നെ പഴനാട്ടൻ്റെ ഫോൺ ചോട്ടിൽ വെക്കില്ല. ഇവിടെ കനാലിലൂടെ വരുന്ന വെള്ളം ചണ്ടി ഒക്കെ വരുന്ന നിറഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ബണ്ടുകൾ തകർന്നു പോകാവുന്ന രീതിയിലേക്കുള്ള അപകടകരമായ സ്ഥിതിവിശേഷം നമ്മുടെ ഈ പാടശേഖരത്തിൽ ഉണ്ടാകാറുണ്ട്. ഞാൻ മഴ പെയ്താൽ എപ്പോഴും ഈ വഴി കൂടെ വന്ന് ഈ ഭാഗത്ത് നിൽക്കാറുണ്ട്. എപ്പോഴാണ് പരമാറ്റം വിളിക്കാമെന്ന് അറിയില്ല. അപ്പം അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെടുത്തിക്കൊണ്ട് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. യോഗത്തിൽ പാടശേഖരത്തിലെ തണ്ണിമത്തൻ കൃഷിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു സഹായിച്ച കർഷകൻ KR ഗംഗാധരനെയും തണ്ണിമത്തൻ കൃഷിക്ക് എല്ലാവിധ പണിയും ചെയ്തു സഹായിച്ച തൊഴിലാളി സഫാൻ, 2024-25 വർഷത്തെ പടവിലെ നല്ല കർഷകനായി തിരഞ്ഞെടുക്കപ്പെട്ട MD സന്തോഷ്, വിലാസിനി സുരേന്ദ്രനെയും യോഗത്തിൽ ആദരിച്ചു. ചെർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പാർലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചെർപ്പ് ADA മാലിനി, പാർലം കൃഷി ഓഫീസർ DT മരിയ ഡൊമിനിക്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷീന പറയങ്ങാട്ടിൽ, ഭരണസമിതി പ്രസിഡന്റ് റപ്പായി CL, വൈസ് പ്രസിഡന്റ് പവനൻ CS, സെക്രട്ടറി ഷീജ സുരേഷ്, കമ്മിറ്റി മെമ്പർമാരായ ബോസ് കിഴുമായിൽ, MC രവീന്ദ്രൻ, ദിനേശൻ AB, സാവിത്രി ശശി, രമണി രമണൻ, TK സുധാകരൻ എന്നിവർ സംസാരിച്ചു.